ഹലോ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നതും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നതുമാണ് ഫെമിനിസം, ദളിത്, പരിസ്ഥിതിവാദങ്ങൾ. അതിൽ ഫെമിനിസവും ദളിതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് പരിസ്ഥിതിയാണ്. പരിസ്ഥിതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ആവർത്തന ചോദ്യം എന്നുള്ളത് ഒരു ടെക്സ്റ്റാണ്. അത് റേച്ചൽ കേഴ്സൻ്റെ ഏത് പുസ്തകമെന്നറിയോ? നിശബ്ദ വസന്തം. അത് ദ സൈലൻറ്റ് സ്പ്രിംഗ് എന്നറിയപ്പെടുന്ന ടെക്സ്റ്റാണ്. ദ സൈലൻറ്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം, റേച്ചൽ കാഴ്സൺ. ഇതിൻ്റെ വർഷം എന്താണ്? 1962. ഇത് ഓർത്തു വെച്ചേക്കണം, പല തരത്തിലും ചോദിച്ചിട്ടുണ്ട്. റേച്ചൽ കാഴ്സൺ, സൈലൻറ്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം, 1962. ഓക്കെ. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് 1983 പ്രസിദ്ധീകരിച്ച വനപർവ്വം എന്ന കവിതാ സമാഹാരമാണ് മലയാളത്തിലെ ആദ്യത്തെ കൃതി. ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് വനപർവ്വം, 1963 വന്നത്. ഓക്കെ. ഈ പരിസ്ഥിതിവാദം, ഗഹന പരിസ്ഥിതിവാദം, മാർക്സിയൻ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത രീതിയിലുണ്ട്. അതിൽ ഗഹന പരിസ്ഥിതിവാദം അവതരിപ്പിച്ചത് നോർവേക്കാരനായ അർണേസാണ്. അതായത് മനുഷ്യൻ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട്, മറ്റ് ജീവജാലങ്ങളെ ഭരിക്കാൻ മനുഷ്യന് അവകാശമില്ല എന്നൊക്കെ പറയുന്നതാണ് ഗഹന പരിസ്ഥിതിവാദം. അവതരിപ്പിച്ചത് അർണേസാണ്. പേര് ഓർത്തു വെച്ചാൽ മതി. ഗഹന പരിസ്ഥിതിവാദം, അർണേസ്. മാർക്സിയൻ പരിസ്ഥിതിവാദം മാർക്സിസ്റ്റ് ചിന്താഗതിയായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. പിന്നെ പരിസ്ഥിതി സ്ത്രീവാദം നമ്മൾ പറഞ്ഞതാണ്. അതാരെ കൊണ്ടുവന്നത്? ഫ്രാൻസ്വാ ദി യൂബോണാണ് കൊണ്ടുവന്നത്. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട പരിസ്ഥിതി കവിതകൾ നോക്കാം. പി രാമചന്ദ്രൻ്റെ മാമ്പഴക്കാലം, രണ്ടായി മുറിച്ചത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാമ്പഴക്കാലം, രണ്ടായി മുറിച്ചത്. ടി രാജീവൻ്റെ ദ കുറുക്കൻ എന്നിവയും പരിസ്ഥിതി കവിതകളാണ്. ഓക്കെ. കൂടാതെ എൻ ഗോപികൃഷ്ണൻ്റെ ഫലപ്രശ്നം, പുരുഷൻ തുടങ്ങിയ കൃതികളുണ്ട്. ആർ രേണുകുമാറിൻ്റെ ഒറ്റമരത്തിൻ്റെ ഭൂമിശാസ്ത്രം, വീരാൻകുട്ടിയുടെ ലേഡീസ് ഫിംഗർ, ഇതൊക്കെ പ്രധാനപ്പെട്ട പരിസ്ഥിതി കവിതകളാണ്. പരിസ്ഥിതി നോവലുകളിലേക്ക് വരുമ്പോൾ ഹെർബേറിയം ആരുടെയാണ്? സോണിയ റഫീഖ്. ഹെർബേറിയം, സോണിയ റഫീഖ്. ഉടൽ ഭൗതികം, ഷിനിലാൽ വി. നിലമ്പൂത്തു മലർന്ന നാൾ, മനോജ് കുറൂർ. മലയാള വാക്കുകൾ മാത്രം ഉപയോഗിച്ച് എഴുതിയ ഒരു നോവലാണത്. ഓക്കെ. ജൈവം എന്ന പരിസ്ഥിതി നോവല് ജൈവം പി സുരേന്ദ്രൻ. ദൈവത്തിൻ്റെ കണ്ണറിയാലോ, NB മുഹമ്മദ്. മധുരം ഗായതി OV വിജയൻ. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദ്. അതുപോലെ സി രാധാകൃഷ്ണൻ്റെ മുമ്പേ പറക്കുന്ന പക്ഷികളും പരിസ്ഥിതി നോവലാണ്. ഇനി പരിസ്ഥിതി കഥകളിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അംബികാസുധൻ മാങ്ങാടാണ്, എന്മകിജ എഴുതിയ. അപ്പോൾ അംബികാസുധൻ മാങ്ങാടിൻ്റെ നീരാളിയാൻ, ആനത്താമര, വായിലക്കുന്നിലപ്പൻ, വിഷവൈദ്യം, നാട്ടുംപുറം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി കഥകളാണ്. വിഷവൈദ്യം, നാട്ടുംപുറം, വായിലക്കുന്നിലപ്പൻ, നീരാളിയാൻ, ആനത്താമര, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. കാര്യം താഴെ തന്നിരിക്കുന്ന നവയിൽ അംബികാസുധൻ മാങ്ങാടിൻ്റെ അല്ലാത്ത പരിസ്ഥിതി കഥ ഏത്, അങ്ങനെയൊക്കെ ചോദ്യം വരാം. ഹരിതമോഹൻ ആരുടെയാണ്? സുസ്മേഷ് ചന്ദ്രോത്ത്. ഹരിതമോഹനം സുസ്മേഷ് ചന്ദ്രോത്ത്. ആകാശത്തിൻ്റെ അവകാശികൾ, S മഹാദേവൻ തമ്പിയുടെയാണ്. വയനാട്, ശ്മശാനത്തിലെ പൂക്കൾ, കുട്ടനാട്, ഇതൊക്കെ മഹാദേവൻ തമ്പിയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പരിസ്ഥിതി നോവലുകളും അല്ലെങ്കിൽ ദളിത് ഒക്കെ വരുന്ന നോവലുകൾ, കഥകൾ, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം പരിസ്ഥിതി, ദളിത്, സ്ത്രീവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 3 വീഡിയോസ് മാത്രം പഠിച്ചാൽ മതിയാവും. ഇനി നമ്മൾ പോകുന്നത് പാശ്ചാത്യ സാഹിത്യ ദർശനത്തിലെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പിന്നെ കാൽപ്പനിക വിമർശകരായിട്ടുള്ള വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ഹോറസ്, അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ്, പിന്നെ പ്രധാനപ്പെട്ട അലക്സാണ്ടർ പോപ്പ് തുടങ്ങിയ ആളുകളെയും കൂടി പറഞ്ഞ് നമ്മൾ പാശ്ചാത്യ സാഹിത്യ ദർശനം പഠിച്ചു തീർക്കും. ഓക്കെ. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. വ്യൂസ് കൂടുന്ന അനുസരിച്ചിട്ട് നമ്മൾ കുറേ കൂടി കണ്ടൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് ഇടുന്നതായിരിക്കും.